ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. കുംഭമേളയിൽ നടന്ന ഒരു വിഷയം ഒരു വ്യക്തിയെടുത്ത് അതിനെ വെള്ള പൂശാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വിഷ്വൽസും ആ വ്യക്തി പറയുന്നതും ആദ്യം കേൾക്കാം, അതിനുശേഷം തീരുമാനിക്കാം ഈ വിഷ്വൽസിൽ കണ്ട കാര്യങ്ങൾ ഫേക്ക് ആണോ അതോ ഒറിജിനൽ തന്നെയാണോ എന്നുള്ളൊരു കാര്യം. ഈ വിഷ്വൽസ് ആദ്യം ഒന്ന് കാണാം. അവിടെ പല സെക്ടറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ സെക്ടർ 18 എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു മുസ്ലിം ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഒരാൾ നമാസ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ചിലരൊക്കെ അത് വീഡിയോ ആയിട്ട് എടുക്കുന്നൊക്കെ ഉണ്ട്. പോലീസിനോടൊക്കെ ചിലർ പരാതി പോലെയൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ള വിശ്വാസികളൊന്നും അതിനെ ശല്യപ്പെടുത്തുന്നില്ല. അത് അദ്ദേഹം ചെയ്തോട്ടെ എന്ന തരത്തിലാണ് കാണുന്നത്. ഇതൊന്നും വലിയ വിവാദമായില്ല. അവിടെ ഒച്ചപ്പാടോ ബഹളമോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന തങ്ങൾ ഒരു ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകൾ ചുറ്റുമുണ്ടെന്ന് അറിയാമായിട്ട് പോലും ഒരാൾക്ക് ഇത്രയും ധൈര്യമായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ജനക്കൂട്ടം അല്ലെങ്കിൽ ആ ജനത, ആ വിഭാഗം, ആ സമൂഹം, ആ മതസ്ഥർ എത്രമാത്രം സഹിഷ്ണുതരാണ് എന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമേ ഇല്ലല്ലോ. സഹിഷ്ണുതയുടെ കാര്യം അവിടെ ഇരിക്കട്ടെ, അതിനു മുമ്പായി ഈ വീഡിയോ ഫേക്ക് ആണ്. ഇനി ഈ വീഡിയോ ഫേക്ക് അല്ല, ഒറിജിനൽ തന്നെയാണ്. ഇത് ശരിക്കും റിയൽ ആയിട്ട് നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് തന്നെയാണെന്ന് വിചാരിക്കുക. എന്താ പ്രശ്നം? കാരണം ഇത് നടന്നിട്ടുള്ളത് പ്രയാഗ്രാജിലാണ്, കുംഭമേള നടക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലം എന്ന് പറയുന്നത് ആരുടെയും തറവാട്ട് സ്വത്തൊന്നല്ല. ആ സ്ഥലം സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് ഉത്തർപ്രദേശിന്റെ കീഴിലുള്ളതാണ്. അതായത് ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഒരു വ്യക്തിക്ക് അത് യൂസ് ചെയ്യാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും എല്ലാവർക്കും, അതായത് ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ എല്ലാവർക്കും അവിടെ പോകാനുള്ള അവകാശമുണ്ട്. കാരണം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്നത്. അത് ആ ഒരു അവകാശം കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഭരണഘടന ലംഘനമായിട്ട് മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ അത് വലിയൊരു കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ ഈ വ്യക്തി ഈ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതൊന്ന് കണ്ടു. मस्जिद के इमाम साहब अमीन साहब जो है यहाँ पे पानी बांट रहे हैं। वसीउल्लाह आपकी मस्जिद के इमाम साहब जो है यहाँ पे लोगों को पानी बांट रहे हैं. വേറൊന്നുമല്ല, കുംഭമേളയിൽ പങ്കെടുക്കാൻ പോയിട്ടുള്ള ഭക്തജനങ്ങൾക്ക് വെള്ളവും ഫുഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഷെൽട്ടേഴ്സ്, താമസിക്കാനുള്ള സ്ഥലങ്ങൾ ഓരോ മുസ്ലിങ്ങളുടെ വീട്ടിലും അതുപോലെ തന്നെ അവിടുത്തെ പള്ളികളിലൊക്കെ ആയിട്ട് ഏർപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഈ ഒരു വീഡിയോ അല്ല, ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് വേറെ ഉണ്ട്. റിപ്പോർട്ടുകൾ പറയുന്നത് ഏകദേശം 25,000 ഭക്തജനങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്, റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ഒരു കാര്യം ഈ വ്യക്തി കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? ഇനി ഈ വ്യക്തി ഈ ഒരു ഇൻസിഡന്റ്, ഇപ്പൊ നടന്നിട്ടുള്ള ഈ ഒരു ഇൻസിഡന്റ്, കുംഭമേളയിൽ നടന്ന ഈ ഒരു ഇൻസിഡന്റ് മക്കയായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊന്ന് കേട്ടു നോക്കാം. ഇങ്ങനെ ഒരു കാഴ്ച ഇന്ത്യയിൽ ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിൽ മാത്രമേ കാണാൻ സാധിക്കൂ. നിങ്ങൾക്ക് ഇതുപോലൊരു കാഴ്ച ഒരിക്കലും മെക്കയിൽ കാണാൻ സാധ്യമല്ല. ഒന്നാമതേ മെക്കയിലേക്ക് അമുസ്ലിമായിട്ടുള്ള ആളുകളെ കടത്തിവിടത്തില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനാൽ തന്നെ ഇങ്ങനെ ഒരു കാഴ്ച, അതായത് മുസ്ലിം അല്ലാത്ത മറ്റൊരാൾ മെക്കയിൽ അവൻ്റെ വിശ്വാസമനുസരിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് ഒരിക്കലും കാണാനാവില്ല. ഇനി ഇത് തന്നെ വത്തിക്കാനെ പറ്റി പറയുമ്പോഴും ഇത് തന്നെ, അവിടെ മറ്റു മതസ്ഥർക്കൊക്കെ കയറാം. നമുക്കറിയാം, പല ഭരണാധികാരികളും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരൊക്കെ അവിടെ ചെന്ന് മാർപ്പാപ്പയൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ക്രിസ്ത്യാനിയൊന്നുമല്ല. പക്ഷേ മറ്റു മതസ്ഥർക്ക് ചെല്ലാമെങ്കിലും അവരാരും അവിടെ ചെന്നിട്ട് അവരുടെ വിശ്വാസം അനുസരിച്ച് ആ പരിസരത്ത് വെച്ചൊന്നും അവർ പ്രാർത്ഥിക്കുകയോ ഇതുപോലുള്ള യാതൊരു പ്രവർത്തനവും കാണിക്കാറില്ല. ഈ മെക്ക എന്ന് പറയുന്നത് സൗദി അറേബ്യയിലാണ്, ഈ കുംഭമേള നടക്കുന്നത് ഇന്ത്യയിലാണ്. രണ്ടും രണ്ടാണ്. കാരണം സൗദി അറേബ്യ എന്ന് പറയുന്നത് ഒരു രാജഭരണം ഉള്ള ഒരു സ്ഥലമാണ്. എന്നാൽ ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. ഇവിടെ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ ഒരുപാട് അവകാശങ്ങളും അധികാരങ്ങളും ഓരോ വ്യക്തികൾക്കും നൽകിയിട്ടുണ്ട്. സഹിഷ്ണുതയുടെ കാര്യവും അതുപോലെ തന്നെ കുംഭമേളയിൽ ഈ ഒരു കാര്യം ശരിക്കും നടന്നിട്ടുണ്ടോ അല്ല ഈ ഒരു വീഡിയോ വ്യാജമാണോ എന്നുള്ളൊരു കാര്യം, അതിനുള്ള പ്രൂഫ് എന്ന് പറയുന്നത്, ഈ കുംഭമേള നടക്കുന്ന സമയം തന്നെ അവിടെ സെക്യുലറിസം, അതായത് നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ സെക്യുലറിസം, ഈ സെക്യുലറിസം അവിടെ പ്രചരിപ്പിക്കാൻ നോക്കി, അതായത് നോട്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രചരിപ്പിക്കാൻ നോക്കിയ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അവയർനെസ് നൽകാൻ നോക്കിയ ആളുകൾക്കെതിരെ അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രക്ഷോഭം നടക്കുകയും അതിനെതിരെ ഈ 3-4 പേർക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സെക്യുലറിസം പ്രചരിപ്പിക്കാൻ നോക്കിയ 2-3 ആളെ പേരിൽ കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഉത്തർപ്രദേശ് പോലീസ്. എങ്ങനെ ഇരിക്കുന്നു? ഒരു മതത്തിന്റെ അല്ല, നമ്മളുടെ ഭരണഘടനയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്യുലറിസം എന്നൊരു കാര്യത്തെ പ്രചരിപ്പിക്കാൻ നോക്കിയതിന് ഉണ്ടായ പ്രശ്നമാണത്. അതുപോലെ തന്നെയാണ് ഒരു പ്രയാഗ്രാജിൽ വെച്ച ഒരു ചിക്കൻ കറി വെച്ചതാണ്, അതിന്റെ പേരിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു.
പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ ക്രൂരമായി മർദ്ദിക്കുകയും ആ വ്യക്തിയുടെ ടെന്റൊക്കെ പൊളിച്ചു നീക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നടന്നത് കുംഭമേള നടക്കുന്ന സ്ഥലത്തല്ല, അവിടുന്ന് മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ്. അതിന്റെ ഫുൾ ലെങ്ത് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വീഡിയോസ് ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. അതിന്റെ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല, റോഡിലൂടെ ഏതെങ്കിലും ഒരു വ്യക്തി തൊപ്പിയിട്ടിട്ട് നടന്നിട്ട് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ പിടിച്ചിട്ട് ജയ ശ്രീരാം വിളിപ്പിക്കാറുണ്ട്. അതാണോ സഹിഷ്ണുത? കണ്ടു നോക്കൂ. মাপ চাইয়া ও মাপ চাই আর কিচ্ছু করতাম না আমরা, কিছু করতাম না। ঠিক আছে? ঠিক আছে ভাই, ক জয় শ্রীরাম গো, জয় শ্রীরাম। ক জয় শ্রীরাম। জয় শ্রীরাম। তুই কিতা, তুই মুসলমান তো? ক জয় শ্রীরাം। জয় শ্രീരാം। മുസൽമാനാണോ എന്നാ ജയ ശ്രീരാം വിളിക്കോ എന്ന്. ഇതാണോ സഹിഷ്ണുത എന്ന് പറഞ്ഞ ഒരു കാര്യം? ഇതുപോലെ ഒരു വീഡിയോ അല്ല, ഇതുപോലെ ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയാസിലുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോ ഫേക്ക് ആണെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, അതായത് ഈ നമസ്കരിക്കുന്ന വീഡിയോ ഫേക്ക് ആണെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒരു ഹിന്ദുസിന്റെ ഒരു റാലി ഉണ്ടായിരുന്നു. ആ റിലീജിയസ് റാലിയാണ്. ആ റാലിന്റെ പിറകെയായിട്ട് കുറച്ചു പേരെ ബുർഗ ഇട്ടിട്ട് അതിന്റെ ആ റാലിയെ പിന്തുടരുന്നത് ഉണ്ടായിരുന്നു. എന്നാൽ പിടിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് ആ ബുർഗ ധരിച്ച ആളുകൾ എന്ന് പറയുന്നത് അത് പെണ്ണല്ല, ആണുങ്ങളായിരുന്നു. അതായത് ഹിന്ദുസ് തന്നെ വേഷം മാറിയിട്ട് നടന്നതായിരുന്നു. അതിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ റാലിക്ക്, അതായത് ഈ ഹിന്ദുസിനെ പിന്തുടരുന്ന റാലിക്ക് മുസ്ലിങ്ങളുടെ പിന്തുണയും ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യിക്കാനുള്ള ഒരു ടെക്നിക്കായിരുന്നു അത്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു ദിവസം മുമ്പ് നടന്ന ഒരു ഇൻസിഡന്റ് ആണ്, ഉത്തർപ്രദേശിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഈ കുംഭമേളന്റെ ബാനർ, ആ ബാനറിൽ മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിമാണ് അത് ചെയ്തതെന്നും പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഉത്തർപ്രദേശ് പോലീസ് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയും FIR ഇടുകയും ചെയ്തു. ആ വ്യക്തി മുസ്ലിം അല്ല, അത് ഹിന്ദു ആയിരുന്നു. എങ്ങനെ ഇരിക്കുന്നു? ഇങ്ങനെ ഫേക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് ഈ ഒരു ഫേക്ക് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. ഇനി ഈ വീഡിയോ ഫേക്ക് എല്ലാം തന്നെ വെക്കും, ഇത് ഒറിജിനൽ വീഡിയോ തന്നെയാണ്, അങ്ങനെ ഒരു കാര്യം റിയൽ ആയിട്ട് അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. എന്താ പ്രശ്നം? ആ വ്യക്തിക്ക് നമ്മുടെ ഭരണഘടന നൽകിയിട്ടുള്ള മൗലിക അവകാശത്തിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. അത് ഇത്ര വലിയ കുട്ടിഘോഷിച്ചിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട, അല്ലെങ്കിൽ വലിയൊരു കാര്യമായിട്ട് കണക്കാക്കേണ്ടതൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് വീഡിയോസ് കാണിച്ചു, കുറച്ച് ഇൻസിഡൻസ് പറഞ്ഞു. ഈ ഇൻസിഡൻസിന്റെ ഒക്കെ വീഡിയോസ് സോഷ്യൽ മീഡിയയിലുണ്ട്. അത് ഇട്ടിട്ട് ഞാൻ സമയം വീണ്ടും കൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതിന്റെ വീഡിയോസ് ഒന്നും ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യാത്തത്. അത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ എവിടെ ഇരിക്കുന്നു സഹിഷ്ണുത? അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതായത് ചില അമ്പലത്തിന്റെ കമ്മിറ്റികളുണ്ട്, അവിടെ ആരെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അമ്പലത്തിന്റെ കമ്മിറ്റികളുണ്ട്. അതുപോലെ തന്നെ ചർച്ച്, പള്ളികളിലും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ മുസ്ലിം പള്ളിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഷെൽട്ടേഴ്സും കാര്യങ്ങളൊക്കെ കുംഭമേള നടക്കുന്ന അവിടെ തന്നെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് അവിടെ മാത്രമേ നടക്കൂ എന്നുള്ള ഒരു കാര്യം പറയരുത്. പക്ഷെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഹിന്ദുസിലാവട്ടെ അല്ലെങ്കിൽ എല്ലാ മതത്തിലും ആവട്ടെ, എല്ലാ മതത്തിലും 90% ആൾക്കാരും ഈ വ്യക്തി പറഞ്ഞ പോലെ സഹിഷ്ണുത ഉള്ള ആളുകൾ തന്നെയാണ്, അതിലൊരു സംശയമില്ല. എന്നാൽ എല്ലാ മതത്തിലും ഒരു 10% ഇതുപോലത്തെ ആളുകളുണ്ട്, ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് ഹിന്ദുസിന്റെ മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, മറ്റു റിലീജിയനിലും, അതായത് മുസ്ലിംസിലും ക്രിസ്ത്യൻസിലും ഒക്കെ ഈ ഒരു 10% പേര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ 10% ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ മുഴുവനായിട്ടുള്ള ആ ഒരു മതത്തിന് മൊത്തത്തിൽ കേടാണ്. അതായത് അത് ഹിന്ദുസ് ആവട്ടെ അല്ലെങ്കിൽ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യൻസ് ആവട്ടെ, ആ ഒരു 10% കൊണ്ട് മുഴുവൻ മതത്തെയും പറയിപ്പിക്കുന്നതിന് തുല്യമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹിഷ്ണുത ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെങ്കിൽ സഹിഷ്ണുത ഇല്ലാത്ത ആളുകളും ഉണ്ട്. ആ കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.